യുലേഫോൺ എന്ന കമ്പനിയുടെ യുലേഫോൺ ആർമർ 26 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ 26 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിൽ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ മികച്ചൊരു IP റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ റഗഡ് സ്മാർട്ട് ഫോണാണ്, അതുകൊണ്ട് തന്നെ ഈ ഫീച്ചേഴ്സൊക്കെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 12 GB റാം തന്നെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് 12 GB റാം കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ 24 GB റാം വരുമെന്നൊക്കെ പറയാവുന്നതാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 512 GB ഇന്റേണൽ കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ യൂസ്മാർട്ട് എക്സ്പാൻഷൻ കണക്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ വാക്കി ടോക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഫോൺ വാക്കി ടോക്കി ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ 121 dB സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 200 MP 1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 64 MP നൈറ്റ് വിഷൻ ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 8 MP ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 3.2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 15600 mAh ബാറ്ററി വരെ ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. ഈവൻ 5000 mAh ബാറ്ററിക്ക് മുകളിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെ മികച്ച ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് ഇതിൽ അതിൻ്റെ 3 ഇരട്ടിയൊക്കെ വരുന്നത്. അതുമാത്രമല്ല 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 33 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. റിവേഴ്സ് ചാർജിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ MediaTek Dimensity 8020 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോണിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാം. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. LPDDR4X റാമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. LPDDR5 റാം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിനെ. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിനെ. എന്തായാലും ഇതിൽ Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ മിസ്സിംഗ് ആണ്. അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Gorilla Glass 5 പ്രൊട്ടക്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $359.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ. AliExpressൽ ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് കാണിക്കുന്നത് 51,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ഇന്ത്യൻ പ്രൈസിങ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഒറിജിനൽ പ്രൈസിംഗ് ആണ്, ഓഫർ ഇല്ലാത്ത പ്രൈസിംഗ് ആണ് 51,800 എന്നുള്ളത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ 512 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. പിന്നെ യൂസ്മാർട്ട് എക്സ്പാൻഷൻ കണക്ടർ, അതുപോലെ തന്നെ വാക്കി ടോക്കി ഫീച്ചർ, പിന്നെ 121 dB സ്പീക്കേഴ്സ്, അതുപോലെ തന്നെ മികച്ചൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ, ബെസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സും ഒക്കെ നല്ലോണം കൂടുന്നതായിരിക്കും. പൊതുവേ റഗഡ് ഫോൺസ് അങ്ങനെയാണ്, വെയിറ്റും തിക്നെസ്സും ഒക്കെ വളരെ കൂടാറുണ്ട്. അതുമാത്രമല്ല വളരെ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വെയിറ്റും തിക്നെസ്സും ഒക്കെ കൂടും. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ചില പ്രശ്നങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ട ചില കാര്യങ്ങളും വരുന്നുണ്ട്. എന്തായാലും യുലേഫോൺ ആർമർ 26 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.